നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 1987 ടൗൺ UP സ്കൂളിൽ നിന്ന് പാസ് ഔട്ട് ആയവർ കുറച്ചു പേർ ചേർന്ന് ഇന്ന് ഒരു പുതിയ സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. 2 പേർ തുടങ്ങിയ സംരംഭം ഇന്ന് 6 പേരിലാണ് അവസാനിക്കുന്നത്. കുറേയധികം ഹോംവർക്ക് ചെയ്താണ് ഇവർ 6 പേർ ഇന്ന് ഈ കാണുന്ന ഒരു സംരംഭം ആരംഭിച്ചത്. അതുപോലെ തന്നെ താങ്കളുടെ ഗുരുക്കന്മാരെ ഇവർ മറക്കുകയും ചെയ്തില്ല. കട ഉദ്ഘാടനം ചെയ്യാൻ ഇവർ ഗുരുക്കന്മാരെയാണ് ക്ഷണിച്ചത്. കൂടുതൽ കാഴ്ചകളിലേക്ക്. ഇപ്പോൾ ഏറെ ബഹുമാന്യരും അടിസ്ഥാനികരുമായ നമ്മുടെ അധ്യാപകർ, പ്രബല അധ്യാപകരാണ്. ഞാനും ഏറെ ബഹുമാനിക്കുന്നവരാണ്. ഈ സംരംഭം ആരംഭിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, പ്രിയമുള്ളവരെ, നമ്മുടെ കൊട്ടാരക്കരയിൽ നമ്മുടെ മുത്താരമ്മൻ കോവിലിൻ്റെ മുൻവശം ഇതുപോലൊരു സംരംഭം ആരംഭിക്കുന്നതിൻ്റെ സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നിശ്ചയമായും സൺഷൈൻ ഡിസൈനർ ബോട്ടിക് എന്ന സ്ഥാപനം ഒരു സംരംഭം മാത്രമല്ല, നിശ്ചയം വനിതകൾക്ക് ആവശ്യം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മാറി വരുന്ന കാലത്തനുസരിച്ച് പുതിയ പുതിയ ഫാഷനുകളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിലും നിശ്ചയമായി ഇതുപോലെ സ്ഥാപനം ഏറെ പ്രയോജനപ്പെടുന്ന ഒരു തർക്കമില്ല. പ്രത്യേകിച്ച് വനിതകൾക്കായുള്ള സ്ഥാപനമാണ്. എല്ലാവരും ഈ സംരംഭം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് വളരെ വിനീത അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ വിജയാശംസകളും കൊട്ടാരക്കര നഗരസഭയ്ക്ക് വേണ്ടി നേരുകയാണ്. ഇങ്ങനെ ഒരു സംരംഭം ഒരുക്കിയ ഇതിൻ്റെ ഭാരവാഹികളോട് അഗാധമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇതിൻ്റെ സംരംഭകർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഈ സംരംഭത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ സംഘാടകർക്കും അതുപോലെ ഈ സ്ഥാപനം വളരെ ഉന്നതിയിലേക്ക് വരട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും സന്തോഷം, 23 വർഷമായി സർവീസിൽ നിന്ന് പിരിഞ്ഞിട്ട് എനിക്ക് ഇത്രയും ഒരു സ്വീകരണവും സന്തോഷം കിട്ടിയൊരു ദിവസം വേറെ ഇല്ല ഇതുവരെ. വളരെ സന്തോഷം. എൻ്റെ കുട്ടികളെ ഇതിൽ കൂടി ഉയരങ്ങളിലെത്തുവാൻ അങ്ങേയറ്റം പ്രാർത്ഥിക്കുകയും എൻ്റെ അനുഗ്രഹം എന്നുമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ 1987 ടൗൺ UP സ്കൂളിലെ പാസ് ഔട്ടായിട്ടുള്ള, ശരിക്കും ഞങ്ങളിപ്പോഴും കുട്ടികൾ തന്നെയാണ്. കാരണം ഞങ്ങൾ ഒരു 3-4 വർഷം മുന്നാണ് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ നിന്നും ഉപ്പുമാവെന്നൊരു ഗ്രൂപ്പ് ആരംഭിച്ചത്. അത് തുടങ്ങിയപ്പോഴത്തേന് ഇതൊന്നും ഞങ്ങളുടെ സ്വപ്നങ്ങളിലില്ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു 6 പേര്, ഇപ്പോൾ ഞങ്ങൾ 6 പേരാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ പല ദിക്കിലുള്ള, വയനാട് മുതൽ ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം വരെ കിടക്കുന്ന ദിക്കിലുള്ള ഒരുപാട് കൂട്ടുകാർ ചേർന്നിട്ടുള്ള ഒരു സംരംഭം തന്നെയാണ് ഉപ്പുമാവെന്നത് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സുഹൃത്തുക്കളായ ആരോമലും മോഹനുമാണ് ഇത് തുടങ്ങിയത്. അപ്പം ഞങ്ങളത് കുറച്ചും കൂടെ വിപുലീകരിച്ചിട്ട് എൻ്റെ സുഹൃത്തായിട്ടുള്ള ശൈലജ ഉണ്ടായിരുന്നു. ശൈലജ ഒരു ബൊട്ടിക്ക് നടത്തിയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. റെജീനയ്ക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ നിന്നും ഞങ്ങൾ 6 പേര്, ഞങ്ങളുടെ കൂട്ടത്തിൽ ജെജി എന്ന് പറഞ്ഞൊരു ഞങ്ങളുടെ സുഹൃത്തും കൂടെ ഉണ്ട്. 6 പേരും കൂടി ചേർന്നിട്ടാണ് ഞങ്ങൾ സൺഷൈൻ ബൊട്ടിക്ക് തുടങ്ങാനായിട്ട് ആരംഭിക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചത്. 5-6 മാസമായി ഞങ്ങളുടെ പ്ലാനിങ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ ഇത് തുടങ്ങാൻ കാര്യം തന്നെ ആ ഒരു കൂട്ടായ്മ വിപുലീകരിച്ചിട്ട് കുറച്ചും കൂടെ ഞങ്ങളുടെ ഉള്ള ഗ്രൂപ്പിലുള്ള എല്ലാവരെയും കൂടെ ആഡ് ചെയ്ത് വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം വരുന്നത്. പിന്നെ അതിൽ നിന്ന് ഞങ്ങൾ എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ ഗ്രൂപ്പ് കോൾ വിളിച്ചിട്ട് ഞങ്ങൾ ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് ഹോംവർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ആള് ആരോമലാണ്. ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ കടയും ഇവർ 2 പേരുമാണ്, മോഹനും ആരോമലുമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് ഹോംവർക്കുകൾ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഷോപ്പിംഗ് നടത്തുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ആരാണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ നടത്തുക എന്നുള്ളത് വന്നപ്പോഴത്തേന് ഞങ്ങൾ ആലോചിച്ചു, ഞങ്ങളുടെ ഈ സംരംഭം തുടങ്ങാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ആരംഭം നമ്മുടെ ടൗൺ UP സ്കൂളിൽ നിന്നുമാണല്ലോ തുടങ്ങിയത്. അപ്പം ഞങ്ങളുടെ ഗുരുക്കളെ തന്നെ വെച്ചിട്ട്, അതും പ്രത്യേകിച്ചും ഞങ്ങൾക്ക് 5 തിരി എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ട് ഞങ്ങൾ 5 ടീച്ചേഴ്സിനെ ആദ്യം ഞങ്ങൾ അന്വേഷിച്ചു.
അതിൽ അന്വേഷിച്ചപ്പോൾ നിർഭാഗ്യവശാൽ കുറേ പേര് നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എനിവേ ഇത്രയും ആരോഗ്യമുള്ള ടീച്ചേഴ്സ്, അവർക്ക് പലതുകൊണ്ടും ആരോഗ്യമില്ല, പക്ഷേ അവർക്ക് ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേന് എനിക്ക് തോന്നുന്നു ഇത്രയും സന്തോഷം ഞങ്ങൾ ഇതുവരെ അവർ തന്നെ നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, ഇത്രയും സന്തോഷം ആ ടീച്ചേഴ്സിന് ഉണ്ടായിട്ടില്ല. അവർ ശരിക്കും സരസ്വതി ടീച്ചർ, ഞാൻ എടുത്തു പറയാണ് പേരുകൾ, ബിന്നിയുടെ ഞങ്ങളുടെ തന്നെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ബിന്നിയുടെ അച്ഛൻ ശശി സാറ്, അംഷയുടെ അച്ഛനും അമ്മയും, ഞങ്ങളുടെ ക്ലാസ്മേറ്റ് തന്നെയാണ് അംഷയുടെ അച്ഛനും അമ്മയായിട്ടുള്ള ജനാർദ്ദനപിള്ള സാറ്, കമലാക്ഷിമ ടീച്ചർ, ഇത്രയും ഞങ്ങളുടെ 4 ടീച്ചേഴ്സ് ഇന്നിവിടെ വരികയും നമ്മുടെ ചെയർമാനായിട്ടുള്ള രമേശ് ചേട്ടൻ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്ത് അകത്ത് കയറുകയും കൗൺസിലറായിട്ടുള്ള രമേശ് ചേട്ടനും കൗൺസിലറായിട്ടുള്ള ബിനിയെ ഞങ്ങൾ വിളിച്ചിരുന്നു. പക്ഷേ മാഡത്തിന് വരാനുള്ള അസൗകര്യം കാരണം ഇത്രയും പേര് ചേർന്നിട്ട് ഞങ്ങളിത് വളരെ സന്തോഷപൂർവ്വം, കാരണം പിന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ആ മറുപടി പ്രസംഗത്തിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നിച്ചു. കാരണം അവരുടെ ഇത്രയും വർഷത്തിനിടയിൽ ഇതുവരെ ഒരു കുട്ടികൾ പോലും അവരെ അങ്ങനെ ഒരു സന്ദർഭം വന്നിട്ടില്ല. ഞങ്ങളുടെ ഈ ഒരു ഉദ്യമത്തിലും അവർ പങ്കാളിയായതിലും ഒരുപാട് നന്ദി ഞങ്ങളെ അറിയിച്ചപ്പോൾ അതാണ് ഞങ്ങളുടെ വിജയം. ഇനിയും ഞങ്ങളുടെ ഈ സംരംഭത്തിൽ നിങ്ങളും എല്ലാവരും ഇതിൽ സഹകരിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ലൊക്കേഷൻ ശരിക്കും പറഞ്ഞാൽ ഇത് ടി ബി ജംഗ്ഷൻ്റെ അടുത്തായിട്ട് മുത്താരമ്മൻ അമ്മൻകോവിലിൻ്റെ അടുത്ത് തന്നെയായിട്ട്, അമ്മൻകോവിലിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 50 മീറ്റർ അത്രയേ ഉള്ളൂ.